ശ്രീ ടി എ മുജീബ് റഹ്മാൻ ഇതിനുള്ള മറുപടി കേരള മഹല്ല് കോർഡിനേഷൻ പ്രതിനിധിയാണ് ശ്രീ ടി എ മുജീബ് റഹ്മാൻ. ടി എ മുജീബ് റഹ്മാൻ, ഇത് കോടതികളും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെയും എന്താണ് ഹിജാബ് വേണം, അത് വിദ്യാർത്ഥികൾ ധരിക്കണം, അങ്ങനെ വരാൻ പറ്റുകയുള്ളൂ എന്നുള്ള വാശി പിടിക്കുന്നത്? അതാണല്ലോ ഇപ്പോൾ കൊച്ചി സെന്റ് റീത്ത സ്കൂൾ 2 ദിവസം അടച്ചിടേണ്ടി വന്നത്. ഞാൻ ആദ്യമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തുടക്കത്തിൽ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയ ജോസ് ക്രിസ്റ്റഫർ സേവ്യർ. അദ്ദേഹം താമസിക്കുന്ന പ്രദേശമായ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ പള്ളുരുത്തി പ്രദേശത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ ക്രൈസ്തവരും ഹിന്ദുക്കളും താമസിക്കുന്നൊരു പ്രദേശമാണ്. പിന്നെ അവിടെ താമസിക്കുന്നു എന്ന് പറയുന്ന ചില തീവ്ര മുസ്ലിം സംഘടനകളുടെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ, അപ്പോൾ അവിടെ മുസ്ലിങ്ങൾ ആരുമില്ല, നിലവിൽ അവിടെ താമസിക്കുന്നു എന്ന് പറയുന്ന ഈ ആസാമിലൊക്കെ പറയുന്ന പോലെ എവിടെ നിന്നോ കടന്നുകൂടിയ കുറച്ച് ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, അവിടെ 30 വർഷത്തോളം സ്ഥാപിച്ച ആ സ്ഥാപനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഞാൻ ആ പൊതുപ്രവർത്തകനെന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തോട് പറയുന്നത്, പള്ളുരുത്തി എന്ന പ്രദേശത്തെക്കുറിച്ച് താങ്കൾ സംസാരിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. ഇന്ത്യ രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു മതേതരത്വ മൂല്യമുണ്ട്. ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും അവൻ്റെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അത് സ്കൂളിലാണെങ്കിലും അത് പൊതു ഇടങ്ങളിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും ഓരോ വിശ്വാസിക്കും അവൻ്റെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശം രാജ്യത്തെ ഭരണഘടന നൽകിയിട്ടുള്ളപ്പോൾ ആ ഭരണഘടനയുടെ കീഴിൽ ജീവിക്കുന്ന കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിലെ ഈ പറയപ്പെടുന്ന സ്കൂള് ഏതെങ്കിലും രീതിയിൽ അവരുടേതായിട്ടുള്ളൊരു ഭരണഘടന എഴുതി ചേർത്തുകൊണ്ട് ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല, ഞങ്ങൾ എഴുതി തരുന്ന ഈ ഭരണഘടന അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു മതേതര രാജ്യത്ത് പറയാൻ പറ്റും. പക്ഷേ ഇക്കാര്യത്തിൽ അവരല്ല, അത് കോടതികളും പലതവണ ഇക്കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അത് കോട്ട് ചെയ്താണ് ഇവിടെ ശ്രീജിത്ത് സംസാരിച്ചപ്പോഴും അത് കോട്ട് ചെയ്തിരുന്നു, ഞാനും അത് പറഞ്ഞിരുന്നു. കേരള ഹൈക്കോടതിയുടെയും കർണാടക ഹൈക്കോടതിയുടെയും ഒക്കെ വിധികൾ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം കേരളത്തിൽ 2018 കേരള ഹൈക്കോടതിയുടെ വിധിയാണ്. അന്നും ഏതാണ്ട് സമാനമായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ സ്കൂൾ മാനേജ്മെന്റുകൾ അവരുടേതായ ഭരണഘടന ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും അത് കോടതികളിൽ നിന്ന് അംഗീകാരം നേടുന്നുണ്ട്. ശ്രീ മുജീബ് റഹ്മാൻ, നിങ്ങൾ തർക്കം ഉന്നയിക്കുന്നുണ്ട്, പക്ഷേ ആ സ്കൂൾ മാനേജ്മെന്റുകൾ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ടാണ് അവരുടെ ഭരണഘടന ഉണ്ടാക്കേണ്ടത്. രാജ്യത്തെ അല്ല, അത് ഭിന്നമായിരുന്നുവെങ്കിൽ കോടതികൾ മറിച്ച് വിധിച്ചേനെ. അല്ല, അത് ഭിന്നമായ അത് വ്യത്യസ്തമായിരുന്നുവെങ്കിൽ കോടതികൾ അത് കണ്ടേനെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം അവനിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ്. അല്ലാതെ ഈ പറയപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സ്കൂള്, ഈ പറയപ്പെടുന്ന സെന്റ് റീത്ത സ്കൂള് എന്തെങ്കിലും എഴുതി വെച്ചാൽ അതനുസരിച്ച് ജീവിക്കേണ്ട ബാധ്യതയില്ല. അതിൽ ഒരു കാര്യം കൂടി ഞാൻ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറയുന്നു. ഇവിടെ സംസാരിച്ച ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഒരു സ്കൂളിലെ ഒരു യൂണിഫോം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോം അംഗീകരിക്കാൻ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തയ്യാറാകണമെന്ന് പറഞ്ഞു. അവിടെ ഞാനിന്ന് വരുന്ന വഴിക്ക് ആ കുട്ടിയുടെ രക്ഷകർത്താവ് അനസുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ പള്ളുരുത്തി SIയെ ഞാൻ ഫോണിൽ വിളിച്ചു, അദ്ദേഹത്തെ കിട്ടിയില്ല, ഫോണിൽ അൽത്താഫിനെ കിട്ടിയിരുന്നില്ല. അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുട്ടി ആ സ്കൂൾ അനുശാസിക്കുന്ന അതേ കളറുള്ള അതേ രീതിയിലുള്ള യൂണിഫോം തന്നെയാണ് കുട്ടി ഇട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ മതം അനുശാസിക്കുന്ന രീതിയിൽ ആ കുട്ടിയുടെ തലയിൽ ഒരു തട്ടനിട്ടു. അതോടുകൂടി തന്നെ എനിക്ക് കാര്യം സൂചിപ്പിക്കാനുള്ളത്, ആ കുട്ടിയുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവളുടെ മതവിശ്വാസം ഇവിടെ ഈ സ്കൂളിൻ്റെ യൂണിഫോമിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ തലയിലുള്ള തട്ടൻ അഴിച്ചു വെച്ചിട്ടേ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഏതെങ്കിലും RSSൻ്റെയോ അതില്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാറിൻ്റെയോ സ്കൂളിലല്ല. ഈ രാജ്യത്തെ മറ്റൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗം നടത്തപ്പെടുന്ന ആ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലുള്ള സെന്റ് റീറ്റാസ് സ്കൂളിലെ ഹെഡ് മിസ്സസ്, ആ പറയുന്ന ഹെഡ് മിസ്സസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കന്യാസ്ത്രീയാണ്. ആ കന്യാസ്ത്രീ ആയിട്ടുള്ള ആ ഹെഡ് മിസ്സസ് അവരുടെ മതത്തിൻ്റെ ശാസ്ത്രങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള വേഷം ധരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ
എൻ്റെ ഈ മതത്തിൻ്റെ ശാസന അനുസരിച്ച് കൊണ്ടുള്ള ഈ ശിരോവസ്ത്രം ഞാൻ ധരിക്കും, പക്ഷെ നീ അത് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇക്കാര്യമാണ് ഇന്ന് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഹിജാബ് അവിടെ അനുവദിക്കണം എന്ന് ആവശ്യം ഉന്നയിക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ്. കാരണം കന്യാസ്ത്രീകൾ അവിടെ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ഹിജാബിനെ വിലക്കുന്നത് എന്ന് ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹം ക്രോസ് ടോക്ക് ആണ്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മറുപടി പറയട്ടെ. നോക്കൂ, അദ്ദേഹം ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് മതസ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് സ്കൂളുകളിൽ ഉൾപ്പെടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുവെന്നാണ്. അങ്ങനെ ഇല്ല. എല്ലാ ഇടങ്ങളിലും നമുക്ക് മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളത് അദ്ദേഹം ആദ്യം തന്നെ മനസ്സിലാക്കണം. സ്കൂളുകളിൽ ഒരു സ്കൂളിന്റെ മാനേജ്മെന്റിന് അവർക്കിഷ്ടമുള്ള രീതിയിലത്തേക്കുള്ള യൂണിഫോം പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി തന്നെ അനുവാദം നൽകിയിട്ടുണ്ട്. അത് സ്കൂളുകളിൽ മാത്രമല്ല, തൊഴിലിടങ്ങളിലും അത് തന്നെയാണ്. അത് നമ്മുടെ നാട്ടിലുള്ള കോമൺ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ലോയാണ്. അതായത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ തൊഴിലിടങ്ങളിലോ തൊഴിലുടമയ്ക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന് അവർക്കിഷ്ടമുള്ള യൂണിഫോം ഏതാണോ അത് നിഷ്കർഷിക്കാം. അതിന്റെ നിറം എല്ലാം അത് തന്നെയാണ് ഞാൻ ധരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പുറമെ ആ വസ്ത്രത്തിന്റെ ഭാഗമല്ലാത്ത മറ്റൊരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് യൂണിഫോമിന്റെ വയലേഷനാണ്. ഒന്നാമത്തെ കാര്യം. 2, ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ചേർക്കുന്ന സമയത്ത് അവിടെയുള്ള രക്ഷകർത്താവിന് കൃത്യമായിട്ട് അറിയാം ഈ സ്കൂളിലുള്ള യൂണിഫോം എന്താണ് എന്ന്. അതുകൊണ്ട് തന്നെ ആ യൂണിഫോം എൻ്റെ കുട്ടി കംപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാനുവലിൽ 2 ഇടങ്ങളിലായി പ്രത്യേകം പറയുന്ന കാര്യത്തിൽ ഒപ്പിട്ടുകൊടുത്ത് എക്സ്പ്രസ് പെർമിഷനോട് കൂടിയിട്ട് ഈ കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് അത് പറ്റില്ല, എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ മാത്രമേ കുട്ടിയെ വിടാൻ പറ്റൂ എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നതിന് തന്നെ അതിന് വിലക്കുണ്ട് എന്നാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല. ഇപ്പോൾ കർണാടകയിലെ കേസ് പരിഗണിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ കോടതി പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ തട്ടമിട്ട് പ്രവേശിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ക്ലാസ് നടക്കുന്ന സമയത്ത് ക്ലാസ് മുറിയിൽ വെച്ച് നിങ്ങൾക്ക് ഹിജാബ് ധരിക്കാൻ പറ്റില്ല എന്ന് മാത്രമാണ്. 3, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കന്യാസ്ത്രീ അവരുടെ മതപരമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, ഹെഡ് മിസ്ട്രസ് അത് തന്നെയാണ് ധരിക്കുന്നത്, അവർക്കാകാം കുട്ടിക്കാവില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ യൂണിഫോം എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുട്ടികൾക്കാണ് യൂണിഫോം, അല്ലാതെ ഇവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർക്കല്ല. എങ്ങനെയാണ് ഈ കന്യാസ്ത്രീകൾക്ക് ഈ സ്കൂൾ അനുവദിക്കപ്പെട്ട് കിട്ടുന്നത്? അത് ഇതേപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കാമെന്നുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് താങ്കൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മൈനോറിറ്റീസിന് വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിനനുസരിച്ചാണ് നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ തന്നെ സ്കൂൾ നടത്തുന്നത്. അങ്ങനെ സ്കൂൾ നടത്തുന്ന സ്ഥലത്ത് അവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹെഡ് മിസ്ട്രസിന് അവരുടെ മതവസ്ത്രമോ അവരുടെ ശിരോവസ്ത്രമോ ധരിക്കാം, ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് ധരിക്കാം. പക്ഷെ എന്ന് കരുതി അതേപോലെ അല്ല അവിടെ വരുന്ന ആൾക്കാർക്ക്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഡ്രസ് കോഡ് ആർക്കാണോ ആപ്ലിക്കബിൾ അവരാണത് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു കേസിൽ പ്രതിയായിട്ട് കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന വസ്ത്രം ധരിക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഹാജരാകുന്ന അഭിഭാഷകന് ഒരു ഡ്രസ് കോഡുണ്ട്, അഭിഭാഷകന് അത് ധരിച്ചേ മതിയാകും. നിങ്ങളൊരു പരാതി പറയാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാം. പക്ഷെ അവിടെ നിങ്ങളുടെ ഈ പരാതി കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയിലാണെങ്കിൽ ഒരു വസ്ത്രം ധരിച്ചേ പറ്റൂ. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ യൂണിഫോം എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ആർക്കാണോ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് ആ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്ന ആൾക്കാരത് ചെയ്യണം. അതല്ലാതെ അതിന് ഈ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപിക ധരിച്ചിരിക്കുന്ന ശിരോവസ്ത്രത്തെയും പഠിക്കാൻ വരുന്ന കുട്ടി ധരിച്ചിരിക്കുന്ന ഹിജാബിനെയും തമ്മിൽ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള തത്വം അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയാൽ ഇത് നടക്കില്ല. ഇതേ കാര്യം കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ ഇത് കൊണ്ടുപോകാം. ഹിജാബ് ഇട്ടുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ പോകാം, ഹിജാബ് ഇട്ടുകൊണ്ട് നമുക്ക് പൊതു നിരത്തുകളിൽ പോകാം, ഹിജാബ് ഇട്ടുകൊണ്ട് നമുക്ക് ആരാധനാലയങ്ങളിൽ പോകാം, മാളുകളിൽ പോകാം, ഷോപ്പിംഗ് മാളുകളിൽ പോകാം എന്ന് പറഞ്ഞ് ആ കുട്ടി അതേപോലെ തന്നെ അതേ വസ്ത്രം തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്, അതേ കളറാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് ഹിജാബ് നിരോധിക്കപ്പെട്ടിരിക്കുന്ന അത് യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് കഴിയുമോ? കഴിയില്ല. അപ്പോൾ ശ്രീ മുജീബ് റഹ്മാൻ, നിങ്ങൾ ഇതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ഹിജാബ് ധരിപ്പിക്കണം, അതെന്തായാലും അനുവദിച്ചേ പറ്റൂ എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകളിൽ? ഈ ചർച്ചയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ന്യൂസ് 18 ചാനലിൽ വിളിച്ചിട്ടുള്ള ഈ ചർച്ചയിൽ ഈ 3 പ്രതിനിധികളും സംസാരിക്കുന്നത് ഈ ഹിജാബിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംസാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഹിജാബിന് വിരുദ്ധമെന്ന് പറയല്ലേ, ഹിജാബിന് വിരുദ്ധമായിട്ട് ആരും സംസാരിക്കുന്നില്ല. ഹിജാബ് ധരിക്കുന്നത് തെറ്റാണെന്നോ അല്ലല്ല, അങ്ങനെ ആരും സംസാരിച്ചിട്ടില്ല കേട്ടോ ഹിജാബിന് വിരുദ്ധമായി. രാജ്യത്തെ ഭരണഘടന രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, ഈ രാജ്യത്തെ മനുഷ്യർക്ക് അവരെന്ത് കഴിക്കണം,
അവരെന്ത് ധരിക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റിൽ പോകുമ്പോൾ ഹിജാബ് ധരിക്കാം. അത് കലാലയങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് അവരുടെ മതപരമായിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം മൊത്തം മറക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് അവരുടെ വിശ്വാസം. അവരുടെ മുടിയും അവരുടെ തലയും മറക്കാനുള്ള രാജ്യത്തെ ഭരണഘടന കൊടുക്കുന്ന ആ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് കേവലം ഒരു സ്കൂളിൻ്റെ ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നുണ്ട് എങ്കിൽ അത് നിലവിൽ നമ്മുടെ രാജ്യം നൽകുന്ന ആ മതസ്വാതന്ത്ര്യത്തിനെതിരാണ്. ഇത്തരത്തിലുള്ള ചർച്ചകളിൽ വന്നിരിക്കുന്ന ആളുകളുടെ പേരിൻ്റെ താഴെ പൊതുപ്രവർത്തകരെന്നോ രാഷ്ട്രീയ നിരീക്ഷകരെന്നോ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്നും അവരുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലുള്ള നിലപാടുകൾ എന്താണ് എന്നും വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് ബോധ്യമുണ്ട്. അവർ തേനിൽ മുക്കിയതുപോലെ രാജ്യത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചും കോടതികളെക്കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി രംഗത്തേക്ക് വരുമ്പോഴും അവരുടെ നിലപാടുകളെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായി ബോധ്യമുണ്ട്. ആയതുകൊണ്ട് തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ വർഗീയമായിട്ട് ജനങ്ങളെ ചേരിതിരിക്കുന്ന അനാവശ്യ ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്ന, ഈ നാട്ടിലെ ഹിന്ദുവിന് ഹിന്ദുവായും മുസ്ലിമാനായും ക്രൈസ്തവന് ക്രൈസ്തവനായും ഒക്കെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നേരത്തെ നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ. അവിടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട്, ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, ആ വിദ്യാർത്ഥിനി ആ സ്കൂളിലെ യൂണിഫോം ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ആ സ്കൂളിലെ ഏത് കളറാണോ ഏത് രീതിയിലുള്ള യൂണിഫോമാണോ ആ യൂണിഫോം ധരിച്ചുകൊണ്ട് അവളുടെ മതവിശ്വാസം അനുശാസിക്കുന്ന രീതിയിൽ അവളുടെ തലമുടി മറച്ചു എന്നുള്ളതാണ് ഇവിടെ നിയമവിരുദ്ധമായ രീതിയിൽ നിങ്ങൾ സൂചിപ്പിക്കുന്നത് എങ്കിൽ തിരിച്ച് ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ. ഞാൻ വൈറ്റിലയിലാണ് എൻ്റെ സ്ഥാപനവും ഞാൻ അധികം നിൽക്കുന്നത്. അവിടെ ഈ പറയപ്പെടുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നു. അവിടെ ലക്ഷ്യ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. ആ ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഒരു വിദ്യാർത്ഥിനിയുണ്ട്. അവർ കന്യാസ്ത്രീയാണ്. ആ ലക്ഷ്യ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ അവിടെ അതിൻ്റേതായിട്ടുള്ള യൂണിഫോം ഉണ്ട്. പക്ഷേ ആ കന്യാസ്ത്രീ ആയിട്ടുള്ള സഹോദരി അവരുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് ആ പെൺകുട്ടി ദിവസവും ആ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ലക്ഷ്യ എന്ന് പറയുന്ന വൈറ്റിലയിലുള്ള അവരുടെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്നതിന് അവിടെ ആ സ്ഥാപനം ഒരിക്കലും നിങ്ങളുടെ ഈ പറയപ്പെടുന്ന ഹിജാബ് പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ശിരോവസ്ത്രം അഴിച്ചു വെക്കണമെന്ന് പറയുന്ന സാഹചര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അനാവശ്യ ചർച്ച. ഞാൻ ഈ ചർച്ചയിലേക്ക് വരണമെന്ന് തന്നെ ആഗ്രഹിച്ചില്ല. കാരണം ഇത്തരത്തിലുള്ള ചർച്ചകളുടെ അജണ്ട എന്താണ് എന്ന് വളരെ കൃത്യമായ രീതിയിൽ ബോധ്യമുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുക എന്നുള്ള അവസ്ഥയിൽ മാത്രമാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇത്തരത്തിൽ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും അങ്ങനെ തല്ലിക്കൊല്ലുക എന്നുള്ള കുറെ നാളുകളായിട്ടുള്ള നയത്തിന്റെ ഭാഗമായിട്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു കന്യാസ്ത്രീ യൂണിഫോം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് കന്യാസ്ത്രീയുടെ അതേ വസ്ത്രത്തിൽ തന്നെ പോകുന്നു എന്നുള്ളത്. ഇവിടെയാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്താണ് ഇതുവരെ അംഗീകരിച്ചിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് സിഖുകാരിൽ മതവിശ്വാസമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ് ടർബൻ ധരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിഖുകാർ പോലീസിലാണെങ്കിലും പട്ടാളത്തിലാണെങ്കിലും അവരുടെ ക്യാപ്പ് ധരിക്കുന്നതിന് പകരം അതേ നിറത്തിലുള്ള ടർബൻ ധരിക്കുന്നതിന് അവർക്ക് അനുമതിയുണ്ട്. പല സംസ്ഥാനങ്ങളിലും സിഖുകാർക്ക് മോട്ടോർ വാഹന നിയമങ്ങളിൽ പോലും എക്സംഷൻസ് ഉണ്ട്. അതായത് മറ്റുള്ള എല്ലാ ആൾക്കാരും ഈ ഹെൽമെറ്റ് ധരിക്കണമെങ്കിൽ സിഖുകാർക്ക് പല സംസ്ഥാനങ്ങളിലും ഹെൽമെറ്റ് ധരിക്കണ്ട. കാരണം എന്താണ്? അത് മതപരമായിട്ടുള്ളവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ്. പക്ഷേ ഈ കർണാടകയിലെ കേസിലാണെങ്കിലും കേരളത്തിലെ കേസിലാണെങ്കിലും സുപ്രീം കോടതി ഹിജാബ് വിഷയം പരിഗണിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തരായിട്ടുള്ള പല ഇസ്ലാം പണ്ഡിതന്മാരെയും സമീപിച്ച് എന്താണ് ഹിജാബിന്റെ അവസ്ഥ, അത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് അവരോട് ആരാഞ്ഞിരുന്നു. ഒരാൾ പോലും കോടതിയിൽ അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞില്ല. പരക്കെ പറഞ്ഞിരിക്കുന്ന, ഇപ്പോൾ മഹല്ല് കമ്മിറ്റിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിനും അറിയാമായിരിക്കും, ഇസ്ലാമിലുള്ളത് 5 കാര്യങ്ങളാണ് അവിടുത്തെ മതപരമായിട്ടുള്ള അനിവാര്യത. അതിലൊന്ന് അള്ളാഹു എന്ന ദൈവത്തിലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസവും അതല്ലാതെ മറ്റ് ദൈവമില്ല എന്നുള്ള ഒരു ചിന്തയാണ്. അതൊന്ന്. 2, 5 നേരം അവർക്ക് നിഷ്ഠ കൊടുത്തിരിക്കുന്ന നേരം ഏതാണോ ആ നേരങ്ങളിൽ ദിവസവും നിസ്കാരം ചെയ്യുക എന്നുള്ളതാണ് 2ാമത്തെ ERP. 3ാമത്തേത് റമദാൻ മാസത്തിൽ അവർ നൊയമ്പെടുക്കുക എന്നുള്ളതാണ് അവരുടെ ERP. 4, ഏതൊരു മുസ്ലിമും അയാളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് കൊടുക്കണമെന്നുള്ള സക്കാത്താണ് 4ാമത്തേത്. 5ാമത്തേത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ്. അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ്. കർണാടകത്തിലെ ആ വലിയ അന്തിമ വിധി പുറപ്പെടുവിച്ചത് കർണാടക ഹൈക്കോടതി. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഭിന്ന വിധിയും വന്നിട്ടുണ്ട് ശ്രീജിത്ത്, അല്ലേ? അതെ,
അതെ, സുപ്രീം കോടതി പിന്നെ വിധി വരികയും അതിനെ വിശാലമായിട്ടുള്ള ഒരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു. പക്ഷെ ആ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് എന്താണ് ഒരു മതത്തിന്റെ അനിവാര്യത എന്ന് ഒരു കേരള മഹല്ല് ഫെഡറേഷന്റെ ഭാഗമായിട്ട് പേരിന്റെ താഴെ കേരള മഹല്ല് ഫെഡറേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരാളിന് അറിയേണ്ടതാണ്. എന്നിട്ടും അത് അറിയാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ മനോഗതവും അവരുടെ ഇംഗിതവും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയും ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ട് എന്ന് ഞാൻ പറയുന്നു.